ജോബിന് ഈ നാട്ടിലൊരു ജോലി കിട്ടിയപ്പോ അവനൊപ്പം വരാൻ അവൻ ആവശ്യപ്പെടാതെ തന്നെ ഞാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് വിജയ്ക്ക് ഊഹിക്കാമല്ലോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 കുടുംബങ്ങളുമൊത്ത് കുറച്ചുനാൾ സന്തോഷത്തോടെ കഴിയാലോ എന്നായിരുന്നു മനസ്സിലെ ആഗ്രഹം. പക്ഷെ വന്ന അന്ന് തന്നെ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെയായിരുന്നു എന്റെ അനുഭവം. വിജയ്ക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ഡേസി, സത്യമായിട്ടും അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പറയൂ, അന്ന് എന്താ സംഭവിച്ചത്? വിജയും ഗീതയും അപ്പുവും 3 പേരും അടങ്ങുന്ന ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എന്റെയും ജോബിന്റെയും മുന്നിൽ സന്തോഷം അഭിനയിക്കുകയാണെന്ന് ആദ്യത്തെ ആ വിസിറ്റിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ചിരിയും കുശലം പറച്ചിലും ഒക്കെ പുറമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിലെല്ലാവരും ഓരോ അഗ്നിപർവ്വതങ്ങളായി പുകയായിരുന്നു. അവിടുന്ന് അശ്വതിയുടെ വീട്ടിൽ ചെന്നപ്പോഴും അതേ അവസ്ഥയായിരുന്നു. ചെന്നത് ഞാനും ജോബിനും ആയതുകൊണ്ട് മാത്രം അശ്വതിക്ക് ഞങ്ങളെ സ്വീകരിക്കാതിരിക്കാനായില്ല. എല്ലാറ്റിനും കാരണം അപ്പുവായിരുന്നു അല്ലേ? അതെന്താ വിജയ്ക്ക് അങ്ങനെ തോന്നാൻ? തോന്നലല്ല, എന്നോട് ഗീത പറഞ്ഞതാ. അപ്പുവിന്റെ സ്വഭാവ ദൂഷ്യം കാരണം ഞാനും മുരളിയും തമ്മിലുള്ള സൗഹൃദത്തിൽ ഉലച്ചിൽ തട്ടിയെന്ന്. അപ്പുവും ആളും കൂടി കോളേജിൽ നിന്ന് പുറപ്പെട്ടു പോയെന്നോ അപ്പുവിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്നോ അങ്ങനെ എന്തൊക്കെയോ ഗീത പറഞ്ഞിരുന്നു. അതൊന്നും ആയിരുന്നില്ല വിജയ് അപ്പുവിന്റെ പ്രശ്നം. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അപ്പുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുമലയുടെ ഒരു തുമ്പ് മാത്രമായിരുന്നു. അവളുടെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ ആഴം അതിലും എത്രയോ ഇരട്ടിയായിരുന്നു. അതൊരു സ്വഭാവദൂഷ്യമായിരുന്നില്ല ഒരിക്കലും. അപ്പുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ആ സമയത്ത് അങ്ങനൊക്കെ തന്നെയാവും പെരുമാറുന്നത്. ഡേസി ഇപ്പോഴും അവൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞില്ല. ക്ഷമയോടെ കേൾക്കു വിജയ്. അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നല്ല അപ്പുവിന്റെയും വിജയുടെയും ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെ കഥയിൽ നിന്ന് തുടങ്ങിയാലും അത് മറ്റൊരാളുടെ കഥയിലേ അവസാനിക്കുകയുള്ളൂ. അത്രമാത്രം പരസ്പര പൂരകമാണത്. വിജയ്ക്കും മുരളിക്കും ഈശ്വരൻ ഓരോ പെൺകുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ അപ്പുവിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതിനെ അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവിച്ചത് അതായിരുന്നു. വാട്ട് യു മീൻ ഡേസി? അപ്പുവിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ തീരുമാനം എന്തായിരുന്നു? സോറി, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. അപ്പുവിന്റെ പെൺ ശരീരത്തിനുള്ളിൽ അവൾക്കൊപ്പം വളർന്നത് ഒരാൺ മനസ്സായിരുന്നു വിജയ്. എന്നുവെച്ചാ ഒന്ന് വ്യക്തമായിട്ട് പറയൂ. അപ്പു ഒരു ട്രാൻസ് പേഴ്സണാലിറ്റിയാണ്. ജന്മനാ ഉള്ള ജെൻഡറിലല്ല അവളിപ്പോ. ഒരു പുരുഷന്റെ മനസ്സും ജീവിതവുമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അല്ല ഡേസി, അപ്പു ഞങ്ങളുടെ മോളല്ലേ ഡേസി? പിന്നെ അവൾക്ക് എങ്ങനെ? നോ, നെവർ. അതൊന്നും ആയിരിക്കില്ല അവളുടെ യഥാർത്ഥ പ്രശ്നം. നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ വിളിച്ച് പറയാ എല്ലാരും. ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ ഡേസി? ട്രാൻസ്പേഴ്സണാലിറ്റിയോ? അരുത്, അവളെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് ആരോടും. വിജയ്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ക്ലിനിക്കലി ആൻഡ് സൈക്കോളജിക്കലി അത് പ്രൂവ് ചെയ്യപ്പെട്ട സത്യമാണ്. മറ്റാരേക്കാളും അത് മാനസികമായി ഏറെ ഉലച്ചത് വിജയിയാണ്. വിജയ് എങ്ങനെ ഒരു മനോരോഗിയായി എന്ന് ചോദിച്ചില്ലേ? അതിനുത്തരം അപ്പുവിന്റെ ഈ ജെൻഡർ ഇഷ്യൂ ആയിരുന്നു. വിജയ് തന്റെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് എന്നോട് ചോദിച്ചില്ലേ? വിജയ് എന്ന നല്ല സുഹൃത്തിനെ എനിക്കറിയാം. VP എന്ന നല്ല ഭർത്താവിനെയും നല്ല രക്ഷിതാവിനെയും എനിക്കറിയാമായിരുന്നു. പക്ഷെ അപ്പുവിന്റെ ഈ പ്രശ്നം പുറത്തായതോടെ എനിക്കൊട്ടും പരിചയമില്ലാത്ത, ഒട്ടും സങ്കല്പിക്കാൻ പോലും ആകാത്ത ഒരു മനുഷ്യനെയാണ് പിന്നെ ഞാൻ വിജയിൽ കണ്ടു തുടങ്ങിയത്. അപമാന ഭാരം കൊണ്ട് ജന്മം കൊടുത്ത കുഞ്ഞിനെ തടവിലിടാനും കൊല്ലാനും ശ്രമിക്കുന്ന ഒരച്ഛൻ. അപ്പുവിന്റെ അമ്മയായി പോയതുകൊണ്ട് മാത്രം ഗീതയെ ബന്ധം പിരിയാൻ ശ്രമിച്ച ഭർത്താവ്. സൗഹൃദങ്ങളെ മുഴുവൻ ശത്രുക്കളായി പ്രഖ്യാപിച്ച ഒരു ഇൻട്രോവേർട്ട്. പിന്നെ ഒന്നിലും സമാധാനം കണ്ടെത്താനാകാതെ
ഭ്രാന്തിനെ സ്വയം വരിച്ച മനോരോഗി. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ വിജയ് പണിക്കർ എന്ന VP ഇതൊക്കെയായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങളോടൊപ്പം, ഭർത്താവിനോടൊപ്പം പൊരുതാനായാലും മരിക്കാനായാലും തയ്യാറായി ഒരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഭാര്യ. ആ ദുരിതകാലമൊക്കെയും ഒരു നീണ്ട ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ വിജയ് മറന്നുപോയി. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കാനും പറയാനും നിങ്ങൾ വല്ലാതെ ശ്രമിച്ചപ്പോഴൊക്കെ അതിൽ നിന്ന് നിങ്ങളെ വിലക്കാനാ ഗീത ശ്രമിച്ചത്. ഇനി ഒരിക്കൽ കൂടി നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ടാ വിജയ്. ഇതിലപ്പുറം ഒരു ഭർത്താവും ഒരു ഭാര്യയിൽ നിന്ന് ഒരു ദയം പ്രതീക്ഷിക്കരുത്. ഗീത ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കൂ വിജയ്. അവര് നിങ്ങളുടെ ഭാര്യ മാത്രമല്ല, ഒരമ്മ കൂടിയാണ്. അപ്പോയിൽ നിങ്ങൾക്കുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി വേദനയും വിഷമവുമാണ് ഗീത അനുഭവിക്കുന്നത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഗീത പിടിച്ചു നിൽക്കുന്നില്ലേ? ആ സ്ത്രീയുടെ പകുതി മനോബലമെങ്കിലും വിജയ്ക്ക് കാണിച്ചൂടെ? വിജയ്, താങ്ക്സ് ഡെയ്സി. താങ്ക്സ് ഫോർ എവറിത്തിങ്. ആ നന്ദനോ, വരൂ. എന്താ പതിവില്ലാതെ രാവിലെ? ഏയ്, ഞാൻ വെറുതെ വന്നേ ഉള്ളൂ. പണിക്കർ സാറില്ല ഇവിടെ? ഇല്ല, രാവിലെ എവിടെയോ പോയിരിക്കുക. പണിക്കർ സാർ ഇപ്പൊ തനിച്ച് യാത്രയൊക്കെ തുടങ്ങിയല്ലേ? അത് ഞാൻ നന്ദനോട് പറഞ്ഞില്ലേ. എവിടെ പോണെന്നോ എന്തിനു പോകുന്നെന്നോ ആരെ കണ്ടെന്നോ ഒന്നും എന്നോട് ഡിസ്കസ് ചെയ്യാറില്ല. തിരിച്ചു വരുമ്പോൾ ചില അർത്ഥം വെച്ച ചോദ്യങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ. ആദ്യമൊക്കെ വിഷമം തോന്നിയിരുന്നു. ഇപ്പൊ അതൊക്കെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. അപ്പുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാ VP. എന്നിട്ട് അപ്പു എവിടെയാന്ന് പണിക്കർ സാറ് വല്ലതും? ഇല്ല, ഇതുവരെയും ഒരു സൂചനയും കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ VP അതേക്കുറിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് അപ്പു ഹോസ്പിറ്റലാണെന്ന കാര്യം VPക്ക് അറിയില്ലെന്ന് തന്നെ വിചാരിക്കാം. നന്ദനിരിക്കെ. അപ്പുനിപ്പോ എങ്ങനെയുണ്ട്? അവൾ എന്തു പറയണു? ഞാൻ അപ്പുവിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. എന്തേ, അവളുടെ സർജറി ഫിക്സ് ചെയ്തോ? ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറിയോ? മാഡം, ഒരു പ്രശ്നമുണ്ട്. എന്താ നന്ദൻ, എന്താ പ്രശ്നം? അത് അപ്പു ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. എന്ത്? എന്താ നന്ദൻ പറഞ്ഞത്? ഡിസ്ചാർജ് വാങ്ങിപ്പോയിന്നോ? എവിടേക്ക്? ആരുടെ കൂടെ പോയി? അത് നന്ദൻ പ്ലീസ്, എന്താ ഉണ്ടായെന്ന് പറയും. അപ്പു എന്തിനാ ഡിസ്ചാർജ് വാങ്ങിപ്പോയത്? മാഡം, അപ്പു എന്തിനാ അങ്ങനെ പോയെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദക്ഷ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ വന്നിട്ട് തീരുമാനിക്കാമെന്ന് ദക്ഷയോട് ഞാൻ പറഞ്ഞതാ. പക്ഷേ അതിനുള്ള സാവകാശം പോലും അപ്പു കൊടുത്തില്ല. ഡോക്ടറെ പേഴ്സണലി ചെന്ന് കണ്ട് ഡിസ്ചാർജ് എഴുതി വാങ്ങുമായിരുന്നു. എന്നിട്ട് എന്താ കാരണമെന്ന് പറഞ്ഞില്ലേ? ഇല്ല മാഡം, ഇനി ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് തുടരാൻ താല്പര്യമില്ലെന്നാണ് ഡോക്ടറോട് അപ്പു പറഞ്ഞ റീസൺ. എന്നിട്ടിപ്പോ അപ്പു എവിടെ? അപ്പു എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. നന്ദൻ എന്താ നിങ്ങളീ പറയുന്നേ? അപ്പു എവിടെ പോയിന്ന് അറിയില്ലെന്നോ? ഈശ്വര,
എന്തായി കേക്കണേ? മാഡം, അപ്പുവിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ അപ്പുവിനെ ഒരാൾ വിസിറ്റ് ചെയ്തിരുന്നു. അയാൾ ആരാണെന്ന് ദക്ഷ ചോദിച്ചപ്പോൾ റിലേറ്റീവ് ആണെന്നാണ് അപ്പു പറഞ്ഞത്. അയാൾ അപ്പുവിനോട് തനിച്ച് കുറച്ചു നേരം സംസാരിച്ചു എന്നാണ് ദക്ഷ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാനുള്ള തീരുമാനം അതിനുശേഷമാണ് അപ്പു എടുത്തത്. അങ്ങനെ ഒരാൾ അപ്പുവിനെ വിസിറ്റ് ചെയ്യാൻ, അതും ഇന്നലെ? അങ്ങനെ ആരെങ്കിലും ഇന്നലെ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഐ മീൻ ഫോണിലോ അതോ നേരിട്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇന്നലെ അമ്പിമാമൻ ഇവിടെ വന്നിരുന്നു. അപ്പുവിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അപ്പുവിനെ കാണാൻ പോകുമെന്ന് അമ്പിമാമൻ എന്നോട് പറഞ്ഞില്ല. സാധാരണ അമ്പി സാറോടെ വന്ന എന്നെ വിളിക്കാറുള്ളതാ. എന്തൊക്കെയോ തിരക്കുകളുണ്ടെന്നാ പറഞ്ഞത്. അതാവും നന്ദനെ വിളിക്കാത്തത്. ആള് ലേശം പ്രായം ചെന്ന ആളാണെന്നാണ് ദക്ഷൻ പറഞ്ഞത്. ചിലപ്പോൾ സാറ് തന്നെയാവും അപ്പുവിനെ വന്ന് കണ്ടിട്ടുള്ളത്. ഒരു മിനിറ്റ് നന്ദൻ, ഞാൻ അമ്പിമാമനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്പിമാമന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. മാഡം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സാറിന് സംശയമുണ്ട്. അപ്പു ഡിസ്ചാർജ് വാങ്ങിയതിന് പിന്നിൽ അമ്പി സാറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. പക്ഷെ നന്ദൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അമ്പിമാമൻ ഉറപ്പായിട്ട് എന്നോടത് പറയുമായിരുന്നു. അങ്ങനെ ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതായാലും അപ്പു എന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഈശ്വര, അപ്പു ഇത് എവിടെയാ പോയത്? ഇനി അമ്പിമാമൻ അല്ലേ ഇതിന്റെ പിന്നിലെങ്കിൽ? ഏതായാലും നമുക്ക് 1-2 ദിവസം വെയിറ്റ് ചെയ്യാം. ഇതിനിടയിൽ അമ്പി സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. മാഡം വിഷമിക്കണ്ട, പറഞ്ഞില്ലേ. ഏതായാലും നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. പിന്നെ ഇപ്പം ഇത് പണിക്കർ സാറിനോടും മറ്റാരോടും ഷെയർ ചെയ്യണ്ട, പറഞ്ഞല്ലോ. അപ്പുവിൻ്റെ ഒരു വിളി വെയിറ്റ് ചെയ്തിരിക്കാം ഞാൻ. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി മാഡം. ആതിര മോളെ, എഴുന്നേറ്റേ. ദാ ഈ ജ്യൂസ് കുടിച്ചേ. എനിക്ക് വേണ്ട ചേച്ചി. ആ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നേരം വെളുത്ത് ഒരു വസ്തു നീ ഇതുവരെ കഴിച്ചില്ലല്ലോ. ദേ ഈ ജ്യൂസ് എങ്കിലും കുടിക്ക. ദേ ഇങ്ങോട്ട് നോക്ക്. ഇത്രയും സമയം ആഹാരമൊന്നും ചെല്ലാതിരുന്ന എങ്ങനെയാ? എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ചേച്ചി. കുറച്ച് കഴിയട്ടെ, കുടിച്ചോളാം. അതൊന്നും പറ്റില്ല. ഇതുവരെ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലേ. നിന്നെ ശല്യപ്പെടുത്തിയതേ ഇല്ലല്ലോ. ഇനി ദേ ഈ ജ്യൂസ് കുടിച്ചിട്ട് കിടന്നാ മതി. ദേ കുടിക്ക. എന്താ മോളെ, പനിയുണ്ടോ നിനക്ക്? അയ്യോ, പൊള്ളുന്ന പനിയുണ്ടല്ലോ. എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്നത്? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ നന്ദേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട ചേച്ചി, കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അതൊന്നും ശരിയാവില്ല. നല്ല ചൂടുണ്ട് നിനക്ക്. ആ, പനിയുടെ ടാബ്ലറ്റ്സ് എൻ്റെ അടുത്തുണ്ടാവും. അതൊരെണ്ണം കഴിക്ക്. ഇത് കഴിച്ചേ. കുടിക്ക. എന്താ കുട്ടി, വയ്യേ നിനക്ക് തീരെ? സാരല്ലേ ചേച്ചി, മരുന്ന് കഴിച്ചല്ലോ. കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. നന്ദേട്ടനൊന്നും വിളിക്കണ്ട. ചേച്ചി, ഒരു കാര്യം പറഞ്ഞ് സാധിച്ചു തരുമോ? എന്ത് വേണം നിനക്ക്? എനിക്ക് അപ്പൂനൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതെങ്ങനെയാ മോളെ? അപ്പു ഹോസ്പിറ്റലിലല്ലേ, നീയാണെങ്കി ഇവിടെയും. പോരാത്തതിന് നല്ല പനിയും. 2-3 ദിവസം കഴിയട്ടെ, അപ്പോഴേക്കും അപ്പുവിന്റെ സർജറിയും കഴിയുമല്ലോ. അത് പറ്റില്ല ചേച്ചി. എനിക്കിപ്പൊ തന്നെ അപ്പൂനെ കാണണം. അപ്പൂനെ കണ്ട ഞാൻ ഓക്കെ ആയിക്കോളും.
നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പോയിട്ട് വരാം ചേച്ചി. എന്താ മോളെ നീ പറയുന്നേ? ഈ അവസ്ഥയിൽ എങ്ങനെയാ ഹോസ്പിറ്റലിൽ പോവുക? അത് മാത്രല്ല, നന്ദേട്ടൻ അറിഞ്ഞാൽ സമ്മതിക്കേയില്ല. അതുകൊണ്ട് എന്റെ മോള് വാശി പിടിക്കല്ലേ. പനി കുറയുന്നത് വരെയെങ്കിലും നീ ഒന്ന് ക്ഷമിക്ക്. നന്ദേട്ടൻ വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ തീരുമാനിക്കാം. അതുവരെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല ചേച്ചി. അതിനെ എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? നോക്ക്, നീ നല്ല മിടുക്കിക്കുട്ടിയല്ലേ. മുമ്പ് നീ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോ ഇന്നലെ സംഭവിച്ചതൊക്കെ എത്ര നിസ്സാരമാ. അതിനെ അങ്ങനെ വേണ്ട എടുക്കാൻ. അല്ലാതെ നീ ഇങ്ങനെ ഭയന്നാൽ എങ്ങനെയാ? നമ്മളെ ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്ന് നിന്നെ ഉപദ്രവിച്ചവർക്ക് കാണിച്ചു കൊടുക്കണം. അതല്ലേ വേണ്ടത്. നോക്ക്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ അപ്പു പറഞ്ഞാ അപ്പുന് എത്രമാത്രം വിഷമമായിരിക്കും. അതുകൊണ്ട് അപ്പുനെ ഇതൊന്നും അറിയിക്കാതെ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരിക്കണം. അപ്പുവിന്റെ സർജറി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി അപ്പുനെ പോയി കാണുകയും ചെയ്യാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ചേച്ചി ഇത്തിരി കഞ്ഞി ഉണ്ടാക്കട്ടെ. വേണ്ട നിലേച്ചി, എനിക്കിപ്പോ ഒന്നും വേണ്ട. അതെ, അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല. ഇനി ഇങ്ങനെ വാശി പിടിച്ച എനിക്ക് നല്ല ദേഷ്യം വരും. ആതിരെ, നിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടാ നന്ദേട്ടൻ പോയിരിക്കുന്നത്. നീ ഇങ്ങനെ വാടി തളർന്നിരുന്നാൽ നിന്റെ ചേട്ടൻ അത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നന്ദേട്ടൻ എപ്പോഴാ വരാ? നന്ദേട്ടൻ വരും മോളെ. അത്യാവശ്യമായി ഒരു കേസുള്ളതുകൊണ്ടാ നന്ദേട്ടൻ പോയത്. കോടതി കഴിഞ്ഞ അപ്പൊ തന്നെ തിരിച്ചു വരുമെന്ന് നന്ദേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ മയക്കത്തിലായതുകൊണ്ടാ പറയാതെ പോയത്. മോള് കുറച്ചു നേരം കിടക്ക്, അപ്പോഴേക്കും നന്ദേട്ടൻ വരും. കിടന്നോ. താനിത് എന്ത് പണിയായി കാണിച്ചത്? ഇത്രയൊക്കെ ഉണ്ടായിട്ടും താനിതെന്താ എന്നോട് പറയാതിരുന്നത്? അരുണിനെ സംബന്ധിച്ച് എന്തുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നല്ലേ? ഞാൻ ഡോക്ടറോട് പറയണമെന്ന് കരുതിയതാ. പക്ഷെ ഈ അവസ്ഥയിൽ ഇതും കൂടി അറിയുമ്പോ ഡോക്ടർക്ക് വിഷമാവുമല്ലോ എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. അത് മാത്രല്ല, അച്ഛനോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചപ്പോ അച്ഛനും അത് തന്നെയാ പറഞ്ഞത്. പക്ഷെ അയാൾ വീണ്ടും ഇതിന് തുനിഞ്ഞിറങ്ങിയിരിക്കാന്ന് അറിഞ്ഞപ്പോ ഡോക്ടറൊന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. കൊള്ളാം, ഇപ്പോഴെങ്കിലും തനിക്കത് തുറന്നു പറയാൻ തോന്നിയല്ലോ. അല്ലെ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മുരളിയങ്ങളുടെ ഉദ്ദേശം? അറിയില്ല. അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നമ്മളായിട്ട് കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിലും അരുണും സാംകുട്ടിയൊക്കെ ഉടനെ പോലീസിന്റെ വലയിലാകുന്ന. നമ്മളായിട്ട് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്ത കുറ്റത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോ വധശ്രമ കേസ്. അതിന്റെ പേരില് അവനും അവന്റെ ടീമിനും കുറച്ച് നാൾ അകത്ത് കിടക്കേണ്ടി വരും. താനൊരു കാര്യം ചെയ്യ, മമ്മി വരുമ്പോ ഒന്ന് വീട് വരെ പോയിട്ട് വാ. അങ്കിളിന് എങ്ങനെയുണ്ടെന്ന് അറിയുകയും ചെയ്യാം. തന്നെയുമല്ല, കേസിന്റെ കാര്യത്തിൽ വ്യക്തമായൊരു ധാരണയിൽ എത്തുകയും ചെയ്യാമല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയാ ഡോക്ടർ ഇവിടെ തനിച്ചാവില്ലേ? അത് സാരമില്ല, കുറച്ചു നേരത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അത് എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വേണ്ട ഡോക്ടർ, ഞാൻ തനിച്ചു പോയിക്കോളാം. ഏതായാലും ആന്റി തിരിച്ചു വരട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. എന്നാലും എന്ത് ഭാവിച്ച ഇവനിങ്ങനെ? നമ്മളോട് ചെയ്തത് മാത്രല്ലല്ലോ, അപ്പുവിന്റെ ആ ഫ്രണ്ടിനോടും എത്ര ക്രൂരമായിട്ട് അയാളെ പെരുമാറിയത്. അപ്പു ഇതൊക്കെ അറിയുമ്പോ ഇനി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന. തൽക്കാലം താനായിട്ട് ഇതൊന്നും അപ്പുവിനെ അറിയിക്കാൻ പോണ്ട. ആദ്യം പോലീസ് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയട്ടെ, എന്നിട്ട് മതി മറ്റു വഴികൾ ആലോചിക്കുന്നത്. ഹലോ ഡേസി. ഗീത, ഞാൻ നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്താ ഡേസി? ഇന്ന് വിജയ് എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു.